ഹലോ അസ്സലാമു അലൈക്കും. ഇന്നൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻസൊക്കെ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മിക്കവാറും ദിവസം ഒരു 6 മണി ആവാൻ നേരത്താട്ടോ എണീക്കൽ. പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചണിലെത്തുമ്പോഴത്തേന് ഒരു 6:30 ആവാറായിട്ടുണ്ടാവും. ആദ്യം തന്നെ കുറച്ച് ചായക്ക് വെള്ളം വെക്കും. പിന്നെ അതാ എന്താ കറിയെന്ന് ആലോചിച്ച് കുറച്ച് നേരം നിന്ന്. പിന്നെ ഉരുളക്കിഴങ്ങൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ദമ്മാടിയുള്ള ദിവസങ്ങളിലൊക്കെ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമാണത് നമ്മൾ നീർദോശ. അപ്പോൾ മിക്സിയിൽ കുറച്ച് പൊടിയും കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും കൂടി കൂട്ടിയിട്ട് നന്നായിട്ട് അടിച്ചാൽ ബാറ്റർ റെഡിയായി. അല്ലെങ്കിൽ പിന്നെ കൈ കൊണ്ട് കുറച്ച് നേരം നന്നായിട്ട് കുഴച്ചെടുക്കണം. ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യം അടുപ്പൊന്ന് റെഡിയാക്കി വെണ്ണീരൊക്കെ ഒന്ന് മാറ്റി ക്ലിയർ ആക്കും. അടുപ്പൊന്ന് കത്തിച്ചിട്ട് ഇവിടെ തന്നെ ദോശ ചൂടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ളൊരു ബാറ്റർ കേട്ടോ ഉണ്ടാക്കിയത്. എന്നാലുള്ള നല്ല നൈസായിട്ടുള്ള നീർദോശ കിട്ടുക. പിന്നെ ഇപ്പോൾ മിക്കവാറും എല്ലാവർക്കും അറിയണതല്ലേ, ഇത് അടച്ചു വെച്ച് വേവിക്കും, മറിച്ചിടുമൊന്നുമില്ല. അപ്പോൾ ഇത് ഇവിടെ മിക്കവാറും ദിവസം ഇതായാലും അങ്ങനെ ആർക്കും മടുപ്പൊന്നുമില്ല കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ വേഗം ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമല്ലേ. ഇനി ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ചോറിനുള്ള വെള്ളം സൈഡിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കലത്തിൽ. അപ്പോൾ ഈ ദോശ ചുടലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ അടുപ്പിൽ തന്നെ അത് വെക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ചായ ഒക്കെ കുടിക്കൽ കഴിഞ്ഞ് വരുമ്പോഴത്തേനും വെള്ളം തിളച്ചിട്ടുണ്ടാവും അരിയിടാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ഈ ദോശയൊക്കെ ഒന്ന് അകത്തൊരു മൂടിയുള്ള പാത്രത്തിലാക്കിയിട്ട് വെക്കാൻ പോവാണ്. പിന്നെ അവരൊക്കെ ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴത്തേനും കുറച്ച് നേരമാവും. അപ്പോൾ ഇമ്മ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ കറിയൊക്കെ നല്ലോണം വെന്ത് നല്ലൊരു ടെക്സ്ചറിലായിട്ടുണ്ടാവും. ഇതൊന്ന് വറവിട്ടാൽ കറി റെഡിയായി. ഇനി ഇതാ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് വറുത്തിട്ട് കരിവേപ്പിൻ്റെ ഇലയിട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് പിന്നെ ഇതിലേക്കാണ് ഞാൻ ആ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചത് ഇടുന്നത്. അതൊന്ന് കുറച്ചൊക്കെ ഒന്ന് കയ്യിലിട്ടിട്ട് ഉരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവുക. ഇത് പിന്നെ മിക്കവാറും എല്ലാവർക്കും അറിയുന്ന സാധാ ഉരുളക്കിഴങ്ങ് കറി തന്നെയാണ്. പക്ഷേ ഈ കടുക് വറുത്തത് നമ്മൾ ഈ കറിയിലേക്ക് ഒഴിക്കുന്നതിനെക്കാട്ടി ടേസ്റ്റ് ഉണ്ടാവും. ഈ കടുക് വറുത്തിട്ടുള്ള ഈ ചീനച്ചട്ടിയിലേക്ക് കറി ഒഴിക്കുക. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഈ ചട്ടി ഒന്ന് ചുഴറ്റിയിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇതൊന്ന് കുറുകി വന്ന് ഓഫാക്കിയാൽ ഈ കറി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാ ഉപ്പേരി ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യൽ. കടുക് വറുത്തിട്ട് അതിലേക്ക് ഒഴിക്കണേക്കാട്ടും ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. കോഴിക്കുഞ്ഞുങ്ങൾ തുറന്ന് വിടാനായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാണ് ഓരോക്കെ വേറെ വേറെ സെക്ഷനാണ്. അപ്പോൾ ഇപ്പോൾ വന്നിട്ടാണ് അവരെ തുറന്ന് ഭക്ഷണമൊക്കെ കൊടുക്കൽ. അപ്പോഴേക്കും മോൻ എണീച്ചിട്ട് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓനക്ക് ഫസ്റ്റ് തന്നെ ഒന്ന് കാണണം, പിന്നെ എന്നാലേ ഉള്ളൂ ഒരു ഹാപ്പി ആവുക. പിന്നെ ഓനെ വിളിച്ച് കൊണ്ടുപോകണം. പല്ലൊക്കെ തേക്കാൻ കുറച്ച് സമയമെടുക്കും. പിന്നെ ഇതാ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അവൻ തന്നെ കഴിച്ചോളാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് എന്തൊക്കെയോ കാട്ടുന്നുണ്ട്. അടുക്കളയിൽ ടേബിൾ ഉണ്ടെങ്കിലും ഈ തിണ്ടുമ്മൽ ഇരുന്നിട്ട് ചായ കുടിക്കാനാണ് മിക്കവാറും എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ ചായ ഒക്കെ കുടിച്ച് എല്ലാവരും കൂടി, പിന്നെ ഞാനും ഒരു കൂടെ തന്നെ ഇരുന്ന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേനും വെള്ളം കാഞ്ഞിട്ടുണ്ടാവും ചോറിനുള്ള. അപ്പോൾ അതിൽ ഒന്ന് അരി കഴുകിയിടാണ്. അപ്പോൾ മിക്കവാറും 2 നേരത്തേക്കൊക്കെ ഉണ്ടാവും കേട്ടോ ചോറ് വെച്ചാൽ. ചിലപ്പോൾ തികയാണ്ട് വന്നാൽ ഞാൻ വൈകുന്നേരം വെക്കലുള്ളൂ, അല്ലെങ്കിൽ ഇത് തന്നെ ഉണ്ടാവും. പിന്നെ ഇപ്പം ചൂടായതുകൊണ്ട് ചിലപ്പം വെക്കേണ്ടി വരും കേട്ടോ കേട് വന്നാലൊക്കെ. പിന്നെ അപ്പോഴത്തേനും ഉമ്മ അതാ മുറ്റൊക്കെ റെഡിയാക്കി വന്നപ്പം മുറ്റത്തുനിന്ന് കുറച്ച് വെണ്ടയ്ക്കയും പയറൊക്കെ പൊട്ടിച്ച് വന്നിട്ടുണ്ട്. അടുത്ത വീട്ടിൽ നിന്ന് തന്നതുകൊണ്ട് കേട്ടോ. പിന്നെ അതായത് ചേനൻ്റെ പൂവാണ്. ചിലവർക്കൊക്കെ അറിയായിരിക്കും, അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറയുന്നതെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് പൂ വിരിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ചീത്തൊരു മണമാണ്. അപ്പോൾ അതിനെക്കാട്ടി മുന്നേ പറിച്ചിട്ട് ഉപ്പേരിയോ കൂട്ടാനൊക്കെ വെച്ചാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതവിടെ അമ്മ പറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതാ പയർ ഇന്നലെ ഫ്രിഡ്ജിൽ അരിഞ്ഞ് വെച്ചതാണ് ഒന്നായിട്ട്. അപ്പോൾ അതിന് കുറച്ചെടുത്ത് വേവിക്കാൻ വിചാരിച്ച്. പിന്നെ അമ്മ പൊട്ടിച്ചുകൊണ്ടുവന്ന 3-4 പയറും കൂടി ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ പച്ചമുളകും ഉപ്പും. പിന്നെ നമ്മൾ ഇങ്ങനെ കൂട്ടാനും ഉപ്പേരിയൊക്കെ വെക്കുമ്പോൾ പകുതി വെള്ളം ഒഴിച്ചിട്ട് പച്ചക്കറി വേവിക്കുകയാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് വേവുകയും ചെയ്യും. അതിലേക്ക് പാകത്തിലുള്ള വെള്ളമായിരിക്കും. പകുതി വെള്ളം ഒഴിച്ച് ഞാൻ ഇതൊന്ന് മൂടി വെക്കാൻ പോവാണ്. ഇനി അടുപ്പത്തേക്ക് വെക്കാൻ വിചാരിക്കുന്നുണ്ട്. അവിടുത്തെ അടുപ്പിൽ ഇമ്മ വെണ്ടക്ക കറി വെക്കാൻ വേണ്ടിയിട്ട് വെണ്ടയ്ക്കയും പരിപ്പും കൂടി വെച്ചിട്ടുണ്ട്. അതൊന്ന് വെന്തതിൻ്റെ ശേഷം ഇത് വെക്കാൻ വിചാരിക്കുകയാണ്. അപ്പോഴത്തേന് ഞാൻ അതൊക്കെ അടിച്ചു വാരാനും ക്ലീനിങ്ങിനൊക്കെ പോയി. മാൻ്റിപ്പാൻ്റെ റൂമത്തെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി. പിന്നെ അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴത്തേന് അലക്കാനുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് കൊണ്ടുപോയി വാഷിംഗ് മെഷീനിലിട്ടു.
അപ്പോൾ അതവിടെ കറങ്ങിക്കോട്ടെ. അപ്പോഴത്തേനും വെണ്ടക്ക കറി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് തേങ്ങ ഒക്കെ കലക്കി ഒഴിച്ച്, സാധാരണ പരിപ്പും വെണ്ടയ്ക്കയും കറി തന്നെ കേട്ടോ, സ്പെഷ്യലൊന്നുമല്ല. ഇനി അതൊന്ന് തൂമിക്കണം. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ട് ഞാൻ പയറിൻ്റെ ചട്ടി ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ പോവാണ്. ഏതായാലും തീ ഉണ്ടല്ലോ, അപ്പോൾ ഇവിടെ തന്നെ കിടന്ന് വെന്തോട്ടെ വിചാരിച്ച്. അപ്പോൾ ഇപ്പിയും അബിക്കാക്ക എന്തോ കോഴിമുട്ട വിരിക്കാൻ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ 2 ഹെൽപ്പർമാരും കൂടെ ഉണ്ടാവും എപ്പോഴും. അങ്ങനെ എൻ്റെ അടുക്കളയത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കോഴിക്കുള്ള ഭക്ഷണം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബാക്കിലെ മുറ്റൊന്നും അടിച്ച് വരാണ്ടാവും. എല്ലാം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഹോം ടൂർ ചെയ്ത സമയത്ത് എൻ്റെ പരിചയത്തിൽപ്പെട്ട തന്നെ ഒരാൾ ചോദിച്ചിരുന്നു കേട്ടോ, ഈ ഇവിടെ തന്നെയാണ് കഴുകൽ പറഞ്ഞിട്ട് അവിടെ കാണിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ പാത്രം കഴുകാൻ. കുറേ വലിയ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് ഇവിടെ നിന്ന് കഴുകാൻ പറ്റും. പുറത്തുതന്നെ ആയതുകൊണ്ട് അകത്തേക്കൊന്നും കച്ചറൊന്നും ആവില്ല. പിന്നെ ഇത് അതേപോലെ ഒരു കുഞ്ഞു വൈപ്പറും കൂടി ഉണ്ടെങ്കിൽ വെള്ളമൊക്കെ നല്ലോണം വടിച്ച് വൃത്തിയാക്കി എപ്പോഴും വെക്കുക. അപ്പോൾ ചിലരുടെ വീട്ടിലൊക്കെ ഇത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അറിയാത്തവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ വെച്ചിട്ടൊന്ന് പറഞ്ഞതാണ്. അപ്പോഴേക്കും ഉമ്മ ചക്കക്കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ചക്കക്കൂട്ടാനും പിന്നെ എൻ്റെ കൂടെ ഒരു കട്ടൻ ചായ ഒക്കെ കൂടി കൂട്ടിയിട്ട് കഴിച്ചു. അപ്പോൾ അതിന് ശേഷം ഞാൻ ഈ പയറൊക്കെ നോക്കിയപ്പോൾ അത് വെന്തിട്ടുണ്ട്. അതേപോലെ ഉപ്പാക്ക് മീനും പൊരിച്ചു. പിന്നെ അബിക്കാക്കൊക്കെ ചിക്കൻ്റെ എന്തെങ്കിലും ആക്കിയാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ആക്കണമെന്ന് വിചാരിച്ചിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേന് ഇയാളൊന്ന് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചതാണ്. ഓനെ കുളിപ്പിച്ച് കഴിയുമ്പോഴത്തേ നമ്മൾ ക്ഷീണിച്ചിട്ടുണ്ടാവും. അത്രയും ടൈം എടുക്കും ഇതിനൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് വരണമെങ്കിൽ. പക്ഷേ ഇത്രയും ടൈം എടുത്ത് മാറ്റിയതൊന്നും ഓനക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഒരു 5 മിനിറ്റ് കൊണ്ട് ഇപ്പോൾ നല്ല വൃത്തികെട്ട പോലായിട്ട് വരും. ചിക്കനോണ്ട് ഒരു കൊണ്ടാട്ടം ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചെറിയുള്ളിയൊക്കെ അരിഞ്ഞ് വെക്കുന്നുണ്ട്. പിന്നെ പയറും തൂമിക്കാണ്ടല്ലോ, അപ്പോൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ഈ ഒരു കുത്തി ചതച്ചിങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ചുവന്നമുളകും കൂടി ഇട്ടിട്ട് ചതച്ചിട്ട് തൂമിച്ചാൽ പയർ നല്ല ടേസ്റ്റാണ്. പക്ഷെ ഞാൻ ഓൾറെഡി അതിൽ പച്ചമുളക് ഇട്ടുകൊണ്ട് ചുവന്നമുളക് ഇടുന്നില്ല. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ ഒരു ചീനച്ചട്ടിയിൽ ഈ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. വെറും ഉപ്പും മുളകും മഞ്ഞളും മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ. അതിനൊന്ന് പൊരിച്ചെടുക്കുകയാണ്. കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട് കേട്ടോ, നല്ല ചുവപ്പ് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അതേ സമയത്ത് തന്നെ ഒരു സൈഡിൽ പയർ തൂമിക്കാനുള്ള ഈ വെളുത്തുള്ളിയും ചെറിയുള്ളിയും കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് മൂപ്പിക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ പയർ വേവിച്ച് വെച്ചതും കൂടി ഇടും. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഓഫാക്കും. അങ്ങനെ പയർപ്പേരും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൊണ്ടാട്ടം ചിക്കനിലേക്കുള്ള അരപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടി ഒരു ചെറിയ തക്കാളിയും ഒരു 5-6 ചെറിയുള്ളിയും ഒരു 4-5 ചുവന്നമുളകും പിന്നെ കുറച്ച് പെരിഞ്ചീരകവും ചെറിയ പീസ് ഇഞ്ചും 5-6 അല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ചിക്കൻ പൊരിച്ചതിന് തന്നെ ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് അവിടെ വെക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരപ്പ് ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. ഈ രണ്ടും കൂടി ഒന്നും ആടി ഒരു പച്ചമണമൊക്കെ പോകില്ലേ, അപ്പോൾ നമ്മളെ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അരപ്പുണ്ടാക്കിയ മിക്സീൻ്റെ ജാർ ഒന്ന് കഴുകിയിട്ട് ഒന്ന് ചുഴറ്റിയിട്ട് ഒരിത്തിരി വെള്ളം ചേർത്തിട്ട് അതൊന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ ഈ മസാലകളും ഈ അരപ്പൊക്കെ ഇതിൽ നല്ലോണം പിടിച്ച് വന്നോളും. കുരുമുളക് പൊടിയോ ചെറുനാരങ്ങ നീരൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോഴത്തേന് ഇയാളൊരു അവസ്ഥയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒന്ന് കുളിപ്പിച്ചു. പിന്നെ എല്ലാവരും കൂടി പുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോണൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോയതാണ്. അപ്പോഴത്തേനും ഇവർ രണ്ടാളും കൂടി ക്യാമറേൻ്റെ മുന്നിൽ കിടന്നിട്ട് എന്തൊക്കെയോ സെറ്റ് ചെയ്യുകയാണ്, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യണമെന്ന് ഓർമ്മയില്ലാതെ അവരൊക്കെ എണീറ്റ് പോയിട്ടുണ്ട്. ഞാൻ വരുമ്പോഴത്തേന് ആകെ മെമ്മറിയൊക്കെ ഫുള്ളായി. പിന്നെ കുറേ നേരം ഞാൻ ആലോചിച്ചിരുന്ന് കുറേ ആപ്ലിക്കേഷനൊക്കെ ഡിലീറ്റ് ആക്കിയതിൻ്റെ ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തത്. അവനെങ്ങോട്ടെങ്കിലും നീങ്ങുന്നൊരു സമയത്താണ് വീഡിയോ എടുക്കാനും റെക്കോർഡ് ചെയ്യാനൊക്കെ പറ്റുക. അപ്പം ഞാൻ ചെന്ന് നോക്കിയപ്പം അവനും ഉമ്മയും കൂടി ബാക്കിൽ പോർച്ചിലിരുന്നിട്ട് എന്തോ ഒന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ മെല്ലെ പോയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പോൾ വൈകുന്നേരത്തേക്കുള്ള ചായക്കുള്ള പലഹാരം ആവുമല്ലോ. അപ്പോൾ ഫലാഫിൽ എന്ന് പറഞ്ഞിട്ടൊരു റെസിപ്പി ഉണ്ടാക്കി. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ മുകളിലൊക്കെ കൊടുക്കാം കേട്ടോ. ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻസൊക്കെ അറിയിക്കാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താലേ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ്.